ദണ്ഡറ്റവും മുറിക്കും വാളുവചനം കേൾക്കുന്നവനെ മുറിക്കും, സുവിശേഷകനെയും മുറിക്കും. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഇന്നത്തെ ദിവസം നിന്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം പറയട്ടെ. കൊളോസ്യോസ് ലേഖനം 3:2. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, മറിച്ച് ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ ജീവൻ മൃതമായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നിഗൂഢമായ നമ്മുടെ ജീവൻ, നിഗൂഢമായിരുന്ന നമ്മുടെ മഹത്വവും പ്രത്യക്ഷമാണ്. ആയതിനാൽ ഭൂമിയിലുള്ളവയിൽ മാത്രം ശ്രദ്ധിച്ച് നീ ജീവിച്ചാൽ നീ ഇപ്പോൾ തന്നെ മൃതനായിപ്പോകും. ഉന്നതങ്ങളിലുള്ളവയെ ശ്രദ്ധിച്ചാൽ, മഹത്വത്തെ ശ്രദ്ധിച്ചാൽ, മഹത്വത്തെ ധ്യാനിച്ചാൽ, ഉന്നതങ്ങളിൽ എഴുതപ്പെട്ട സ്വർഗീയ കാര്യങ്ങൾ ധ്യാനിച്ചാൽ നിന്റെ ജീവിതം ഇപ്പോൾ സ്ട്രഗിളിലാണെങ്കിലും അത് കർത്താവിൽ, യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൽ നിഗൂഢമായി മഹത്വത്തിൽ മുദ്രവയ്ക്കപ്പെടുകയും ഈ മുദ്രവയ്ക്കപ്പെട്ട നിഗൂഢ മഹത്വം സമയത്തിൻ്റെ പൂർണ്ണതയിൽ വെളിവാക്കപ്പെടുകയും ചെയ്യും. അതിനാൽ ശക്തമായി പോരാടുകയും ഭൂമിയിലുള്ള വസ്തുക്കളിൽ തന്നെ നോക്കി തളരാതെ ഉന്നതങ്ങളിലുള്ളവയെ ധ്യാനിക്കാൻ ഇന്ന് കർത്താവ് നിനക്കൊരു ശക്തി നൽകട്ടെ. കണ്ണിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളിലും വസ്തുക്കളിലും സമ്പത്തിലും ആരോഗ്യത്തിലും ആഡംബരത്തിലും മാത്രം ശ്രദ്ധിക്കാതെ ഉന്നതമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഒരു അഭിഷേകം കർത്താവായ യേശു നിനക്ക് തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടും ഒരു പുതിയ അഭിഷേകവും നിന്നിലേക്ക് വ്യാപരിക്കട്ടെ. നിന്റെ കാഴ്ചപ്പാടുകളെ കർത്താവ് ക്രമീകരിക്കട്ടെ. യേശുവിൻ്റെ പുതിയ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ.